ഇത് പൂച്ചക്കുട്ടികൾക്ക് വേവിച്ചു കൊടുക്കാനാണ്. അവരുടെ മീൻ ഇരിക്കുന്നുണ്ട്, എന്നാലും ഇനി അവർക്ക് പുഴമീൻ കൊടുത്തിട്ട് കഴിച്ചു കൊടുത്തില്ല എന്ന് വേണ്ട. ഇത് നമുക്കല്ല, ബാബുവേട്ടനും കുട്ടികൾക്കും. അപ്പോൾ ഇതാ അടിപൊളി പുഴമീൻ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നേരാക്കി കറി വെക്കണം, വറക്കും വേണം കേട്ടോ. പുഴമീൻ വേണ്ടതെടുത്ത് കറി വെച്ചാൽ മതി, ബാക്കി എടുത്ത് വെക്കാം. ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ പൂച്ചക്കുട്ടികളുടെ വിശേഷമല്ല കേട്ടോ കാണിക്കാൻ പോണത്, എൻ്റെ ചെറിയ കഷ്ടപ്പാടാണ് ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ബാബേട്ടൻ കൊണ്ടുവന്ന പുഴമീനാണ്. അപ്പോൾ ഞാനത് അങ്ങനെ നോക്കാനൊന്നും പോയില്ല, അങ്ങനെ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് പൂച്ചക്കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലത്തെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ അത് എടുത്തിട്ട് കുറച്ച് കറി വയ്ക്കും വേണം, വറക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനത് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കവറൊക്കെ കയ്യോടെ കഴുകി വെക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ പൂച്ചക്കുട്ടികൾ കടിച്ച് വലിച്ചിട്ട് ആ മീനിൻ്റെ സ്മെല്ല് കാരണം കൊണ്ട് അവർ അത് കടിച്ച് വലിച്ച് ചിലപ്പോൾ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ കൈയോടെ കഴുകിയിട്ടു. അപ്പം നോക്കുമ്പോൾ എൻ്റെ വിചാരം ഇങ്ങനെ നമ്മൾ സാധാരണ മീൻ നേരാക്കണ പോലെ നേരാക്കിയിട്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ അതൊന്നും പറ്റില്ല, ഇതിങ്ങനെ വലിയ കല്ലിലൊക്കെ ഇട്ട് ഉരയ്ക്കേണ്ട മീനാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ വീടിൻ്റെ പിൻഭാഗത്താണെങ്കിൽ ഭയങ്കര വെയിലാണ്, ഉള്ളിലിട്ട് നേരാക്കാനും പറ്റില്ല. അപ്പോൾ ഞാനങ്ങനെ പിൻഭാഗത്തേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ വെണ്ണീറൊക്കെ ഇട്ടിട്ട് ഉരച്ച് കഴുകുകയാണ് കേട്ടോ, എന്നാലാണ് ഇപ്പോൾ അതൊന്ന് ക്ലീൻ ആവുള്ളൂ. അപ്പം ഞാൻ പൂച്ചക്കുട്ടികളൊക്കെ മുകളിൽ അടച്ചിട്ടിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. ചെറിയ കുട്ടികളെ മുകളിൽ അടച്ചിട്ടു. പിന്നെ കുറച്ച് പേരെ 2 കൂടുണ്ടല്ലോ, 2 കൂട്ടിലും പിന്നെ ബാക്കിലത്തെ ഗ്രില്ലിട്ട വരക്കേരിയയിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യുന്നത്. ഉണ്ണിപ്പൂച്ച മാത്രം ഹാളിൽ ഊണൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ, മീനൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ ഇങ്ങനെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിപ്പൂച്ച പിന്നെ ഹാളിൽ അവിടെ സോഫയിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാനിത് ക്ലീൻ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ സമയം 12 മണിയായിട്ടോ. ഇനി ഇതിപ്പോൾ എപ്പോഴാണിത് ഒക്കെ കട്ട് ചെയ്ത് നേരാക്കിയിട്ട് കറിയൊക്കെ ഉണ്ടാക്കുക, മീനൊക്കെ വറക്കുക എന്നൊന്നും എനിക്ക് ഒരു ഇതുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ തേങ്ങ ചിരകാനും ഉള്ളി നന്നാക്കി തരാനും ഒക്കെ നിന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യാണ്. നല്ല വെയിലും ഉണ്ട് കേട്ടോ, വെയിലത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ മീനൊക്കെ നേരാക്കി എടുത്തു. പക്ഷേ രാത്രിയൊക്കെ എനിക്ക് ഭയങ്കര തലവേദനയും നടുവേദനയൊക്കെ ആയിരുന്നു കേട്ടോ വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. ഞാൻ കഴിക്കൊന്നുമില്ല, പക്ഷേ കുട്ടികൾക്ക് ഹസ്ബൻഡിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇതിങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുള്ള പണിയാവുക കാരണം കൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛനാണെങ്കിലോ പുഴമീൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മേനൊന്നും ബുദ്ധിമുട്ടിക്കില്ല, ആളെന്നെ അതേപോലെ വെണ്ണീരൊക്കെ എടുത്ത്. അപ്പം ഞങ്ങളെയൊക്കെ എന്നെയൊക്കെ വിളിക്കുക ചിലപ്പോൾ എന്തെങ്കിലും സഹായത്തിനൊക്കെ. രാത്രി വെണ്ണീർ എടുത്തിട്ട് രാത്രി അടുപ്പിൽ വെണ്ണീർ എടുത്ത് കൊടുത്തിട്ട് ഇതേപോലെ മീൻ തേച്ച് കഴുകും. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാക്കി? ഞങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അച്ഛൻ അത് വെച്ചിട്ടാണ് അച്ഛൻ കഴിച്ചിട്ട് അച്ഛൻ കിടന്നോളൂ. പിന്നെ അന്നൊക്കെ അമ്മ മീനൊക്കെ കഴിക്കുമല്ലോ, അപ്പോൾ ഞങ്ങളൊക്കെ പിറ്റേ ദിവസം കഴിക്കുക. പുഴമീനും ഈ പരലുണ്ട്, പരല്, മൊയ്യ്, പിന്നെ അങ്ങനത്തെ മീനുകളൊക്കെ. മുത്തശ്ശൻ തന്നെ പിടിച്ചോണ്ടിരിക്കില്ലേ? മുത്തശ്ശൻ തന്നെ പെട്രോമാക്സ്, നല്ല രസമാണ് അതൊക്കെ. പെട്രോമാക്സും ചൂണ്ടയും എല്ലാ സംഭവങ്ങളായിട്ട് ഇങ്ങനെ പോകും. മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമാണ് പുഴയിൽ പോയിട്ട് മീൻ പിടിക്കാൻ. മുത്തശ്ശൻ തന്നെ വെക്കും ചെയ്യും, മുത്തശ്ശൻ തന്നെ നേരാക്കും, മുത്തശ്ശൻ തന്നെ വെക്കും, എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ രാവിലെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ അടുക്കള കാണാൻ പറ്റില്ല, ഒരു പൂരപ്പറമ്പ് പോലെ ഉണ്ടാവും അടുക്കള. പിന്നെ അമ്മ അത് ക്ലീൻ ചെയ്യണ പണിയാണ് ഏറ്റവും വലിയ പണി. മുത്തശ്ശൻ എല്ലാം ഉണ്ടാക്കും, പക്ഷെ ക്ലീനിങ്ങിന് ആള് വേറെ വേണം. പൂച്ചക്കുട്ടികൾക്ക് കുശാലായി, നല്ല വലിയ തലേ. ഈ വെണ്ണീരിട്ട് കഴുകുമ്പോല്ലേ ക്ലീൻ ചെയ്യാൻ മാത്രല്ലേ, ഇതിൻ്റെ ആ ഒരു ഉളുമ്പ് മണമൊക്കെ ഇല്ലേ, അതിന് നമ്മൾ ഈ നാരങ്ങയൊക്കെ തേക്കില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എല്ലാം മണം പോകും. ഒരു കല്ല് കൂടെ ഉണ്ടായി നന്നായില്ലേ, അതുകൊണ്ട് ഇപ്പൊ കഴുകാൻ പറ്റി കല്ല്. അതെ, ചേച്ചിക്ക് അമ്മ കഴുകാനും മനസ്സിൽ പിടിക്കൂ. കഴുകണത് കാണുമ്പോഴും അമ്മ പറയില്ലേ നല്ല മീനാണ്, അപ്പൊ കഴിക്കാനാണ് മനസ്സിന് പിടിക്കും. ഇതിപ്പോൾ എത്രയായാലും പുഴമീനല്ലേ, അതിപ്പോൾ ഇന്നലെ പിടിക്കണതാണ്. ഇതിപ്പോൾ കടലിൽ നിന്ന് വരുന്ന മീനാണ്, ഐസിട്ട് പഴക്കം ചെന്ന മീനാണ് ഉണ്ടാവുള്ളൂ. പുഴമീനൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടുമ്പുറത്ത് പിടിക്കുന്ന മീനല്ലേ, അതപ്പോൾ അവർ അപ്പം പിടിക്കും അപ്പം വിൽക്കും.
അതിപ്പോ അതിന് പഴക്കം ഉണ്ടാവില്ലല്ലോ. അല്ല അമ്മ സർട്ടിഫൈ ചെയ്യണം. ഉണ്ണിപ്പൂച്ചേ അമ്പടി കള്ളത്തി. ഉണ്ണിപ്പൂച്ച ജനല് കയറി വന്നറക്കുക മീൻ കഴിക്കാൻ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ആരും ഉണ്ണിപ്പൂച്ചേനെ പൂട്ടിയിട ആരും ഓർമ്മ വന്നില്ല. ചാടണ്ട ഉണ്ണി, വേണ്ട ഉണ്ണിപ്പൂച്ചേ. എന്ത് പപ്പ വന്നപ്പോ മല മറക്കും കഴിച്ചിട്ട്. അമ്മ എന്റെ എന്താ പൂച്ച ചാടിയമ്മ? അപ്പൊ അതിനറിയാലേ എവിടെയും പെട്ട് കഴിഞ്ഞാൽ ചാടാതിരിക്കാനൊക്കെ. വെയിലായി. തമ്പി ഉറങ്ങുന്നു. തമ്പി എന്നെ എവിടെയെങ്കിലും പൂട്ടിയിടോ ചോദിച്ചിട്ട് തോന്നുന്നു. മതി, അതുകൊണ്ട് ഇങ്ങോട്ട് പോവാ. നമുക്ക് അവിടെ ഞാൻ ഇവിടെ വൃത്തിയാക്കട്ടെ അപ്പേക്കും. അമ്മ അതുകൊണ്ട് പൊക്കോളി. ആ ചട്ടി കൊണ്ട് പോയാൽ മതി അമ്മ. ബാക്കിയൊക്കെ ഞാൻ എല്ലാം വൃത്തിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം. വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. പാടുമോ? തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. അത് ആ പാട്ട് പാടി പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഗായകരല്ല. അത് ഇത്തിരി തമിഴോ തെലുങ്കാനോ അങ്ങനെ അതന്നെ. അയല വറുത്തതുണ്ട് അങ്ങനെയാണ് അവര് പറയാ. പൊരിച്ചത്. അയ്യോ ഉണ്ണിപ്പൂച്ചേ, എന്റെ ഉണ്ണിപ്പൂച്ച ഇങ്ങനെ മറിച്ചു. ഉണ്ണിപ്പൂച്ചേ, ആരാ അപ്പൊ അവളെ കഴിവുകൊണ്ട് ഇവിടെ എത്തിയേക്കണിപ്പോ? ബാക്കി എല്ലാരും പൂട്ടിയിട്ടു. ഒരാളെ മാത്രം നമ്മള് പൂട്ടിയിടാൻ മറന്നു, ഉണ്ണിപ്പൂച്ചേനെ. എന്നാലും അതിനെ കൊണ്ട് ഉപദ്രവില്ലാന്ന് സാമർത്ഥ്യില്ലേ. അയ്യോ അത് വെയിലടിക്കണ്ടെന്ന്. പെണ്ണിങ്ങട്ടെ അമ്മ തരാം. നമ്മുടെ പെണ്ണിനെ അമ്മ തരേ. അമ്മ തരാട്ടോ. മീമി വേണോ? അമ്മ തരാട്ടോ. അയ്യോ അതിന്റെ മോളിക്ക് വെച്ചിട്ട് ഉഷ കഴിച്ചോളൂ. പൂച്ചയുടെ വയറൊക്കെ നിറഞ്ഞിട്ടായിരിക്കണ്. അതൊന്നാമത് കാര്യം. ഉണ്ണിപ്പൂച്ച എന്താ പറയണെന്ന് അറിയപ്പോ? അതൊന്ന് മുറിച്ചേരാ. ചെറിയ പൊട്ടായി. സത്യം പറഞ്ഞ വിശപ്പൊന്നും ഇല്ലമ്മ, മണ്ണെടുത്തിട്ട് വന്നിരിക്കാണ്. എന്തായാലും ഞങ്ങടൊന്നും ചെയ്യുന്നില്ല, ഇവിടെ തന്നെ ചെയ്യാം. തല വെയിൽ കൊള്ളണില്ല, അതുകൊണ്ട് പല വെയിലൊക്കെ കൊള്ളുന്നുണ്ട്. ഇല്ല നന്ന വേണ്ട, അങ്ങോട്ട് പോവാ.
നീ ആ ബൊമ്മീനും കുടുങ്ങി ആദ്യം തുറന്നു നോക്കാം പോയിട്ട്. നമ്മൾ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോയി വയ്ക്കും. ശരി. അപ്പോൾ നമ്മുടെ അപ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് ഒരു വിധമായി കേട്ടോ. മീനൊക്കെ നേരാക്കി വന്ന സമയം പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സമയം നോക്കിയിട്ട് വരുമ്പോൾ 12 മണിയാവും. പിന്നെ സമയത്തെക്കുറിച്ച് ചിന്തിക്കണേ ഇല്ല. അപ്പോൾ അത് അതിൻ്റെ തലയൊക്കെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂച്ചക്കുട്ടികൾ വന്നിട്ട് തലയൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പൂച്ചക്കുട്ടികൾ ഒരൊറ്റ തല പോലും കഴിച്ചില്ല. അവർക്കത് അങ്ങനെ വലിപ്പുള്ള കാരണം കൊണ്ടാ തോന്നുന്നുണ്ട് ഒക്കെ കടിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇട്ടു. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേറെ പോയി. അപ്പോൾ ഇതാ മീനൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇതെന്തോ കട്ട്ള മീനാണ് തോന്നുന്നു. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടു. അപ്പോൾ കറിയും വെക്കണം വരക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഒരു ആഗ്രഹത്തിന് മുകളിൽ കൊണ്ടുവരണതല്ലേ, നമ്മളല്ലാതെ പിന്നെ ആരെ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ വറക്കുള്ളത് ആദ്യം എടുത്ത് വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് കേട്ടോ. ശരിക്ക് അച്ഛനൊക്കെ മീൻ വറക്കുന്ന സമയത്ത് ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു കേട്ടോ. അച്ഛനിങ്ങനെ ഉള്ളി മുളകൊക്കെ അമ്മിയിൽ അരച്ചെടുത്ത് എന്നിട്ട് മുളക് അങ്ങനെയൊക്കെ തിരുമ്പി വെച്ചിട്ട് മീൻ വറക്കണം എന്നൊക്കെയാണ് പറയുക കേട്ടോ. അപ്പം നമ്മൾ അത്രയ്ക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി ചതച്ചെടുത്തു കേട്ടോ. ഉള്ളിയുടെ ടേസ്റ്റ് മീൻ വറക്കുമ്പോൾ ഭയങ്കര സ്വാദാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും മീൻ വറക്കണതിൽ ചേർക്കാറില്ല സാധാരണ. അപ്പം എന്നാൽ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ മീൻ നേരാക്കുന്ന സമയത്ത് അവർ ഇതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലോണം ചെറിയുള്ളി ഇത്തിരി അരിഞ്ഞു. സാധാരണ കൂട്ടാനിലേക്കൊക്കെ ഇത്തിരിയും കൂടി അരിഞ്ഞ് വെച്ചോളൂ പറഞ്ഞപ്പോൾ തോനെ അരിഞ്ഞ് വെച്ചിറക്കുന്നു കേട്ടോ. അപ്പോൾ അതാ അതൊക്കെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് 2 കറിവേപ്പില പൊടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ പൊടികളൊക്കെ ഞാൻ ചേർക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. അപ്പോൾ ഞാനിത് മീൻകറിയൊക്കെ വെക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് കേട്ടോ ഓർമ്മ വരിക. അച്ഛൻ ഇങ്ങനെ പൊടികളൊക്കെ ഇടാൻ സമ്മതിക്കില്ല. മല്ലി മുളകൊക്കെ അരയ്ക്കണം. അമ്മയ്ക്ക് ഭയങ്കര പണിയാണ്. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാനൊക്കെ ക്ലാസ്സില്ലാത്ത കോളേജില്ലാത്ത ദിവസമൊക്കെ ഞാനിങ്ങനെ അരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. കമ്മിയിലൊക്കെ അരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ അച്ഛനും അങ്ങനെയായിരുന്നു, ഭയങ്കര ചിട്ടിയുള്ള ആളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ എളുപ്പപ്പണി ചെയ്യുന്ന ആൾക്കാരല്ലേ, അതൊക്കെ മതി. അപ്പോൾ ഞാനിതാ പൊടികളൊക്കെ ചേർത്തു, കുറച്ച് തേങ്ങ അരച്ചു അത് ചേർത്തു. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് തിളച്ച് വരുന്ന സമയത്ത് അതിൽ മീനിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ മീനൊന്നും കൂട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നാത്തിരി കറി എടുക്കാം മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നിട്ടോ ഞാനത് മീൻ കഴുകിയ ചട്ടി തന്നെയാണ്. പിന്നെ ഞാൻ ആ ചട്ടി ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് കഴുകി എന്നല്ലാതെ സോപ്പിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കൂട്ടാനൊന്നും എടുത്തതുമില്ല. ഇതൊക്കെ പണി തന്ന ആള് വന്നിറക്കണം കണ്ടോ. ഞാനെനിക്ക് പണി തന്ന ആള് പുഴമീൻ കൊണ്ടൊന്നും പണി തന്ന ആളെ കണ്ടോളൂ എല്ലാവരും. ചിലവർ പറയും ചേട്ടനെ വീഡിയോയിൽ കാണാറില്ലല്ലോ ചോദിക്കുന്നതാ ചേട്ടൻ. ഉച്ചക്ക് ഊടി കഴിക്കാൻ ഓടി വന്നിറക്കുകയാണ്. ഇപ്പൊ മീൻകറി മീൻ വറുത്തതും കൂട്ടി കഴിക്കാ പറഞ്ഞിട്ട്. 2 മണി അയ്യോ ശരി. അപ്പോൾ എനിക്ക് 2 മണിയായതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. സമയം പോയതേ അറിഞ്ഞില്ല. 12 മണിക്ക് മീൻ നേരാക്കാൻ പോയത് മാത്രമേ എനിക്കറിയുള്ളൂ. ബാബേട്ട് എന്തായാലും വൈകി വന്നത് നന്നായി. ഇല്ലിയച്ചാ കുറച്ച് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറിഞ്ഞി പോലുള്ള വലിയ പൂച്ചക്കുട്ടികൾ മീൻ വറുത്തതും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു കുറച്ച് കൊടുക്കണം, കാരണം വറുത്ത് കഴിഞ്ഞാൽ അത് അവർക്ക് കഴിക്കണം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടല്ല അപ്പോൾ ഇതാ ബാവട്ടം ഇവിടെ ഇരുന്ന് ഊണ് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് മേല് കഴുകണം. മീനിൻ്റെ സ്മെല്ലൊക്കെയാണ്. അപ്പോൾ ഞാൻ കടലക്കറിയും അച്ചാറും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഇരിക്കുകയാണ് കേട്ടോ.